നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ കൊടിമരത്തിന് കേടുവരുത്തിയത് പഞ്ചവർണ്ണത്തറയിൽ മെർക്കുറി ഒഴിച്ച് മനഃപൂർവ്വം ചെയ്ത ചതിയാണെന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. ബിജേഷ് നടുവിൽ ചേരുകയാണ് വിവരങ്ങളുമായി. ബിജേഷ്, എന്തു കേടുപാടാണ് കൊടിമരത്തിന് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗ്രീഷ്മ, മെർക്കുറി പോലുള്ള രാസപദാർത്ഥം കൊടിമരത്തിൽ തുണിയിൽ കെട്ടി തളിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അത് പ്രകാരം സ്വർണത്തിന്റെ കളർ മാറി സ്റ്റീലിന്റെ കളർ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള സാധ്യതയും ഉണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഫോറൻസിക് വിദഗ്ധ സംഘം ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു പുതിയ കൊടിമരം സ്ഥാപിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ കൊടിമരത്തിന്റെ കളർ മാറുന്ന വിധത്തിലേക്ക് രാസപദാർത്ഥം ഒഴിച്ചത്. എന്തായാലും പുതിയ കൊടിമരം സ്ഥാപിക്കുകയും അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായതും വലിയ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇത്തരത്തിൽ ഒരു രാസപദാർത്ഥം അവിടെ കൊണ്ടെത്തിച്ചത് എന്നുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ബിജേഷ്, ഇന്ന് ധ്വജപ്രതിഷ്ഠയോടനുബന്ധിച്ച് വളരെയധികം ഭക്തജന തിരക്ക് കൂടി അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇതിനിടയിൽ ആളുകളുടെയൊക്കെ കണ്ണുവെട്ടിച്ച ഇങ്ങനെ ഒരു സംഭവം നടന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്? ഗ്രീഷ്മ, ഈ ആദ്യഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ ഒരു കാര്യം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ധ്വജപ്രതിഷ്ഠ എല്ലാം കഴിഞ്ഞ് ആൾക്കാരുടെ തിരക്കെല്ലാം ഒഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് CCTV പരിശോധിച്ചു കഴിഞ്ഞാൽ ആളെ വ്യക്തമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസും മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരും അടക്കം. അതിന്റെ ഭാഗമായിട്ട് CCTV പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. വിജിലൻസ് അടക്കമുള്ളവർ CCTV കൃത്യമായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ആളെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. മെർക്കുറി പോലുള്ള ഒരു രാസപദാർത്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ രാസപദാർത്ഥം തളിച്ചത് കൊണ്ടാണ് സ്വർണത്തിന്റെ നിറം മാറി ഒരു നീല കളറിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ബിജേഷ്, എപ്പോഴും ആളുകളുടെ ശ്രദ്ധ പതിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കൊടിമരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ഇങ്ങനെ ഒരു കേടുപാട് വരുത്താനുള്ള ശ്രമം നടന്നത് എന്ന് വേണം കരുതാൻ? ഗ്രീഷ്മ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുണിയിൽ കെട്ടി കൊടിമരത്തിൽ തളിക്കുകയായിരുന്നു എന്ന രീതിയിലാണ് പ്രാഥമിക വിവരം. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും അത്തരത്തിൽ ഒരു വലിയ ആൾക്കൂട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊടിമരം ഇന്ന് പ്രതിഷ്ഠിച്ചതായതുകൊണ്ട് തന്നെ നിരവധി പേർ കൊടിമരത്തിൽ തൊട്ട് വണങ്ങുന്ന കാണാമായിരുന്നു. അതിനിടയിൽ ആരോ ഒരാൾ ഇത്തരത്തിൽ മെർക്കുറി പോലുള്ള ഒരു രാസപദാർത്ഥം അവിടെ തളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരക്ക് എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടങ്ങളിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ആര് എന്തിനു ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബിജേഷ്, എപ്പോഴാണ് ഇങ്ങനെ കൊടിമരത്തിന്റെ നിറം മാറുന്നതായിട്ട് ഒരു ശ്രദ്ധയിൽപ്പെട്ടത്? കേടുപാട് വരുത്തി എന്നത് ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴാണ്? ഗ്രീഷ്മ, പ്രതിഷ്ഠ എല്ലാം കഴിഞ്ഞ് പ്രധാനപ്പെട്ട വ്യക്തികളും മറ്റ് തന്ത്രി അടക്കമുള്ളവർ അവിടെ നിന്നും പോയതിനു ശേഷം അല്പം ഒരു അരമണിക്കൂർ മുമ്പാണ്, അതായത് പ്രതിഷ്ഠ കഴിഞ്ഞ് 2-2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഒരു കൊടിമരത്തിന്റെ നിറം മാറുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മെർക്കുറി പോലുള്ള എന്തോ രാസപദാർത്ഥം അവിടെ തളിച്ചിരിക്കുന്നത് എന്നും കണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം പ്രതിഷ്ഠ കഴിഞ്ഞ് അത്യാവശ്യം തിരക്കെല്ലാം ഒഴിഞ്ഞ ആൾക്കാരെല്ലാം തന്നെ അവിടുന്ന് മാറിയ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കൊടിമരത്തിലേക്ക് ആരോ മെർക്കുറി പോലുള്ള രാസപദാർത്ഥം തളിച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ബിജേഷ്, അതോടൊപ്പം തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സൂചിപ്പിച്ചത് ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയാണെന്നാണ്. എന്തെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നോ ഈ കൊടിമര പ്രതിഷ്ഠയുമായിട്ടും കൊടിമര നിർമ്മാണവും ഒക്കെയായി ബന്ധപ്പെട്ട്? മിനിസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അത്തരത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൊടിമരം പ്രതിഷ്ഠിച്ചത് കൊണ്ട് തന്നെയാണ് മന്ത്രി അത്തരത്തിൽ പറഞ്ഞിട്ടാവും മനഃപൂർവ്വം അത് കേടുപാട് വരുത്താനുള്ള ഒരു ശ്രമം ആണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊടിമരം ഇന്ന് പ്രതിഷ്ഠിച്ച് 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ കൊടിമരത്തിന്റെ കളർ മാറുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ബിജേഷ്, അതോടൊപ്പം ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇതിന് മറ്റു നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിട്ടുണ്ടോ സന്നിധാനത്ത് നിന്നും?
ഗ്രീഷ്മ DGP അടക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും പരാതി പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധർ കൃത്യമായി സ്ഥലത്ത് പരിശോധന അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനുള്ള ഇതുമുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥർ, നിലവിലുള്ള ഉദ്യോഗസ്ഥർ അതിന്റെ പരിശോധനകളെല്ലാം തന്നെ നടത്തുന്നുമുണ്ട്. എന്തായാലും എന്ത് രാസപദാർത്ഥം ആണ് അവിടെ ഒഴിച്ചിരിക്കുന്നത് എന്ന് അന്തിമ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആര് എന്നതിലുള്ളത് കൂടി അതിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. അത് കണ്ടെത്തണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു 3 മണിക്കൂർ നേരത്തേക്കുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആരാണ് ഇത്തരത്തിൽ കൊടിമരത്തിൽ രാസപദാർത്ഥം ഒഴിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആളെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് പോലീസും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. ബിജേഷ്, CCTV ദൃശ്യങ്ങളിൽ നിന്നും 3 പേർ ദ്രാവകം ഒഴിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആരാണിവർ എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഗ്രീഷ്മ, നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ പനിനീർ പോലുള്ള ദ്രാവകങ്ങളും മറ്റും ഒക്കെ ശബരിമലയുടെ പല ഭാഗങ്ങളിലും പലരും കൊണ്ടിടാറുണ്ട്. അത് ആചാരങ്ങളുടെ ഭാഗമായിട്ടും അനാചാരങ്ങളുടെ ഭാഗമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ശബരിമലയിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കൊടിമര പ്രതിഷ്ഠ നടന്നതുകൊണ്ട് തന്നെ കൊടിമരത്തിൽ വിജേഷ് ദയവായി തുടരുക. ഇപ്പോൾ VS സുനിൽകുമാർ, മുൻ ദേവസ്വം മന്ത്രി, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ VS ശിവകുമാർ, എന്താണ് സംഭവിച്ചതെന്നാണ് താങ്കൾ കരുതുന്നത്? കൃത്യമായ സുരക്ഷയും എപ്പോഴും ആളുകളുടെ മേൽനോട്ടവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് സന്നിധാനം. എന്താണ് സംഭവിച്ചതെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഈ വാർത്ത ഞാനിപ്പോഴാണ് കേട്ടത്, ഇപ്പോഴാണ് അറിഞ്ഞത്. അത് എന്താണെന്ന് ഇന്ന് വളരെ ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് ശബരിമലയിൽ നടന്നത്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് തന്നെ ഇത്തരത്തിലൊരു സംഭവം നിർഭാഗ്യകരമായി പോയി. അപ്പൊ എന്തായാലും വളരെ സുരക്ഷ ഉള്ള ഒരു മേഖലയാണ് ശബരിമല. അവിടെ അങ്ങനെ പോലീസിന്റെ സംവിധാനം പമ്പ മുതൽ തന്നെ വളരെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയ്ക്ക് പലപ്പോഴും പല ഭീഷണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ പ്രത്യേകമായിട്ടൊരു നിരീക്ഷണ മേഖലയാണ്. അതുപോലെ തന്നെ CCTV അവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളത് പോലീസ് വളരെ ഗൗരവത്തോടു കൂടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇതെന്താണ്, എങ്ങനെ സംഭവിച്ചു, അബദ്ധവശാൽ എന്തെങ്കിലും ആസിഡോ അതുപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ പദാർത്ഥങ്ങൾ സംഭവിച്ച് ചെയ്തിട്ടുള്ളതാണ്. സാമൂഹിക വിരുദ്ധ ചട്ടത്തിൽ ഇതിനെ മുതലെടുക്കുന്നതിലേക്ക് വേണ്ടിയൊക്കെ ഉള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ നടത്തിയിരിക്കാം. അപ്പൊ എന്തായിരുന്നാലും അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ അടിയന്തരമായിട്ട് വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണമാണ് ആവശ്യം. അത് പോലീസ് ഏറ്റെടുത്ത് പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തീകരിക്കണം എന്നാണ് എന്റെ ആവശ്യം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ നിരീക്ഷണം നടക്കുന്ന ഒരു സ്ഥലമാണ് സന്നിധാനവും പരിസരവും. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ നടന്നത്, അല്ലെങ്കിൽ കൊടിമരത്തിന് കേടുപാട് പറ്റിയത് എന്ന് വേണ്ടേ കരുതാൻ? അല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മാത്രമല്ലേ അത് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. വളരെ ഭക്തിനിർഭരമായതാണ്. മുഴുവൻ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ കേരളത്തിലെയും രാജ്യത്തെയും വളരെ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു അവസരത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരിക്കലും ശബരിമല ഇങ്ങനെ ഈ ദിവസം മാത്രമല്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഗൂഢാലോചനയുണ്ടോ, എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ഉണ്ടല്ലോ. വളരെ ഉത്തരവാദിത്തോടു കൂടി ഗൗരവത്തോടു കൂടി കാര്യത്തെ കുറിച്ച് അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മാത്രമേ ഇതെന്താണ്, ഗൂഢാലോചനയുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. ഇപ്പോൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത് ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയാവാനാണ് സാധ്യത എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. താങ്കൾ എന്തെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടോ? അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതെന്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ച് പരിശോധിക്കണം, അന്വേഷിക്കണം. ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കണം. ഇപ്പൊ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കാര്യത്തെ കണ്ടിരുന്നതാണ്. അപ്പൊ അത് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. ഇതൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കരുതി കൂട്ടി ചെയ്താകാം.
എന്തായാലും അവർ പരിശോധിച്ചാൽ മാത്രമല്ലേ അറിയാൻ കഴിയുള്ളൂ. അന്വേഷിക്കണം, ഗൗരവത്തോടു കൂടി കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. തീർച്ചയായും വളരെ നന്ദി ശ്രീ വി എസ് ശിവകുമാർ പ്രതികരിച്ചതിന്. ഇപ്പോൾ ബിജേഷ് നടുവിൽ ചേരുകയാണ്. ബിജേഷ്, കൊടിമരത്തിന് ഏറ്റ കേടുപാടുകൾ മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു തുടങ്ങിയോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ടോ? ഗ്രീഷ്മ, കേടുപാടുകൾ മാറ്റുക എന്നുള്ളതല്ല, ആദ്യം തന്നെ അത് എന്താണ് സംഭവം, എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും ഇനി അടുത്ത നടപടികളിലേക്ക് നീങ്ങുക എന്നറിയുന്നത്. എന്തായാലും അല്പസമയക്കകം തന്നെ അതിൽ നമുക്ക് അന്തിമ വിവരങ്ങൾ ലഭ്യമാകും. കേടുപാട് എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണത് മാറ്റാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ എന്തായാലും ദേവസ്വം ബോർഡ് അധികൃതർ ഇപ്പം മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആളെ കണ്ടുപിടിക്കുക, അതോടൊപ്പം രാസപദാർത്ഥത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും DGP അടക്കമുള്ളവർക്ക് പരാതി പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന മുറയ്ക്ക് തന്നെ ആരാണ് ചെയ്തത് എന്നുള്ളതാണ് ഇനി കണ്ടെത്താൻ സാധിക്കുക. ഇനി ശബരിമലയിൽ നിന്നും അദ്ദേഹം പോയോ എന്നുള്ളതും കൂടെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്കതിൽ കൃത്യമായ വിവരങ്ങൾ നൽകാനാകും. ബിജേഷ്, അതോടൊപ്പം കൊടിമരത്തിൽ പരിശോധന നടത്താനുള്ള സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള നടപടികൾ പുരോഗമിച്ചിട്ടുണ്ടോ? ഗ്രീഷ്മ, തിരുവനന്തപുരത്ത് നിന്ന് ഫോറൻസിക് വിദഗ്ധ സംഘം വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അവരെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നും അറിയുന്നു. അവർ വന്നതിന് ശേഷം മാത്രമായിരിക്കും മെർക്കുറിയാണോ എന്ത് പദാർത്ഥമാണ് എന്നതിനെ കുറിച്ച് അന്തിമ വിവരം ലഭിക്കുകയുള്ളൂ. ബിജേഷ്, അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയാവാനാണ് സാധ്യത എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്? അത്തരത്തിലൊരു സാഹചര്യം സന്നിധാനത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞത് കൃത്യമായ ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ കൊടിമര പ്രതിഷ്ഠയും മറ്റും ചടങ്ങ് കൂടിയതിനു ശേഷം പിരിഞ്ഞു പോയതാണ്. അപ്പൊ അതിനുശേഷം ഇത്തരത്തിൽ ഒരു കേടുപാടുകൾ കൊടിമരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അതാരോ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം എന്നത് തന്നെ നമുക്ക് പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും അങ്ങനെ തന്നെ പറഞ്ഞത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് എന്നുള്ളത്. എന്തായാലും അതിന്റെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകും. അത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. എന്തായാലും അതിന്റെ കൃത്യമായ പരിശോധനകളുമായിട്ട് തന്നെയാണ് ഇവിടുത്തെ സുരക്ഷ വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും മുന്നോട്ട് പോകുന്നത്. ബിജേഷ്, ഒപ്പം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? അവിടെ പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടോ? പ്രതിഷേധം എന്ന രീതിയിൽ എല്ലാവർക്കും എന്താണ് സംഭവിച്ചത് എന്നത് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കൊടിമരത്തിന് കേടുപാട് പറ്റുന്നു എന്താ കൃത്യമായിട്ട് എന്താണ് സംഭവം എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭക്തജന തിരക്ക് ഇപ്പോൾ നിലവിൽ ശബരിമലയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് മറ്റ് പ്രതിഷേധങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ ഇതുവരെ നീങ്ങിയിട്ടില്ല. ബിജേഷ്, ഈ കൊടിമരത്തിന് ഇത്തരത്തിലൊരു കേടുപാട് പറ്റി എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? രാവിലെ ആയിരുന്നു കൊടിമര പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. പിന്നീട് എപ്പോഴാണ് ഇത്തരത്തിലൊരു കേടുപാട് സംഭവിച്ചു, നിറം മാറുന്നു എന്ന് കണ്ടെത്തിയത്? വിഷ്ണു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2:30 അതായത് 11:30 മണിക്ക് 11:30 മണിയോടുകൂടിയാണ് പ്രതിഷ്ഠ ആരംഭിച്ചിരുന്നത്. 1:30-2 മണിവരെ നമ്മളെല്ലാവരും തന്നെ പ്രതിഷ്ഠ ദൃശ്യങ്ങളടക്കം കൃത്യമായിട്ട് നൽകുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 3 മണിക്ക് ശേഷം അത്തരത്തിലൊരു കളർ മാറുന്നതായിട്ടുള്ള ഒരു ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും 11:30 മണി മുതൽ ഈ 3 മണി വരെയുള്ള സമയങ്ങളിൽ ആരും തന്നെ അതിൽ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആയിരിക്കാം അത്തരത്തിൽ ഒരു നീക്കം ആരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. രാഹുൽ ഈശ്വർ, തികച്ചും ദൗർഭാഗ്യകരമായ ഒരു വാർത്ത തന്നെയാണ് ശബരിമലയിൽ നിന്നും വരുന്നത്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? എങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ് താങ്കൾ കരുതുന്നത്? വളരെ ദൗർഭാഗ്യകരമാണ്. കൊടിമരം ശബരിമലയിൽ വളരെ പ്രതീക്ഷയോടെയും വളരെ ഭക്തി നിർഭരവുമായിട്ടാണ് അതെല്ലാം കൊണ്ടുവന്നത്. അപ്പോ ഏതെങ്കിലും രീതിയിൽ തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും വളരെ ആഴമേറിയ രീതിയിൽ തന്നെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും കൂടുതൽ ഫാക്ട്സ് വെളിയിൽ വരികയും ചെയ്യണം. ഈ അവസരത്തിൽ ലഭ്യമായ പലരോടും സംസാരിക്കുമ്പോഴും അധികം കാര്യങ്ങൾ വെളി വന്നിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ വെളി വന്നതിന് ശേഷം മാത്രമേ ഒരു സ്റ്റഡീഡായ പ്രതികരണം അതിൽ നിന്നുണ്ടാവും. പക്ഷെ സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമാണ്. ചില ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു, വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് അറിവുണ്ടോ? അല്ല, അങ്ങനെ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു പൊതു നിലപാടിലേക്ക് പോകുമെന്നുള്ള ധാരണയിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം വ്യക്തമല്ല. അത് കൂടുതൽ വ്യക്തമായി വരുന്നേ ഉള്ളൂ. അതിന്റെ ഒരു നിലപാടിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഫോർമേഷനുള്ള ടൈമായി വരുന്നേ ഉള്ളൂ. കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ആ കാര്യത്തിൽ നമുക്കൊരു നിലപാടായി പറയാൻ പറ്റൂ. പക്ഷെ സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. ഇപ്പോൾ ബിജേഷ് നടുവിലേക്ക് തന്നെ പോവുകയാണ്. ബിജേഷ്,
എന്തൊക്കെ തുടർ നടപടികളാകും ഇനി ഉണ്ടാവുക? ആരുമൊക്കെയായിട്ട് ദേവസ്വം മന്ത്രി ബന്ധപ്പെട്ടിട്ടുണ്ട്? ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ കൊടിമരത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പഞ്ചവർണ്ണത്തറയിൽ മെർക്കുറി ഒഴിച്ച് ആണ് കേടുപാട് സംഭവിച്ചത്. മനഃപൂർവ്വം ചെയ്ത ചതിയാണെന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ബിജേഷ് നടുവിൽ വീണ്ടും ചേരുകയാണ്. ബിജേഷ്, എത്രത്തോളം നഷ്ടമുണ്ടായി എന്ന് വേണം കരുതാൻ? 3.5 കോടിയോളം ചിലവഴിച്ച് നിർമ്മിച്ച ഒരു കൊടിമരമാണത്. എത്രത്തോളം ഇപ്പോൾ സാമ്പത്തികമായി എത്രത്തോളം നഷ്ടമുണ്ടായി എന്ന് വേണം കരുതാൻ? ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ കൊടിമരത്തിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. പഞ്ചവർണ്ണ തറയിൽ മെർക്കുറി ഒഴിച്ച് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് കരുതുന്നത്. മനഃപൂർവ്വം ചെയ്ത ചതിയാണ് ഇതെന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. ഒപ്പം സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള ഫോറൻസിക് സംഘം സന്നിധാനത്തേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. മെർക്കുറി ഒഴിച്ച് കൊടിമരത്തിന് കേടുപാട് സംഭവിച്ചു എന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചത്. 500 വർഷത്തോളം സന്നിധാനത്ത് ദൈവചൈതന്യം നിലനിർത്താനുള്ള രീതിയിലായിരുന്നു കൊടിമരം സ്ഥാപിച്ചിരുന്നത്. അല്പം മുമ്പാണ് ഇത്തരത്തിൽ കൊടിമരത്തിന് കേടുപാടുകൾ വരുത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. പഞ്ചവർണ്ണത്തറയിൽ മെർക്കുറി ഒഴിച്ചാണ് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. സന്നിധാനത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘം പരിശോധിക്കുകയാണ്. 3 പേർ ഏതോ ഒരു ദ്രാവകം കൊടിമരത്തിലേക്ക് വലിച്ചെറിയുന്നതായി കണ്ടെത്തി എന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിച്ചത്. അതേസമയം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയാവാം ഇതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. സംഭവത്തിൽ ഗൗരവപരമായ തന്നെ അന്വേഷണം നടത്തുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചതിന്. പരിശോധന നടത്താനായി തിരുവനന്തപുരത്ത് നിന്നും ഫോറൻസിക് സംഘം തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതിയും നൽകിയിട്ടുണ്ട്. ബിജേഷ് നടുവിൽ ചേരുകയാണ് വീണ്ടും. ബിജേഷ്, 3.5 കോടിയോളം ചിലവിട്ട് നിർമ്മിച്ചൊരു സ്വർണ്ണ കൊടിമരമാണത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന കേടുപാടുകൾ സാമ്പത്തികമായി എത്രത്തോളം നഷ്ടമുണ്ടായി എന്ന് വേണം കരുതാൻ? ഗ്രീഷ്മ, സാമ്പത്തിക നഷ്ടത്തിന്റെ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് കണക്കാക്കിയിട്ടില്ല. അതിന്റെ പരിശോധനകളെല്ലാം തന്നെ പിന്നീട് നടത്തുകയില്ല. എന്തായാലും ഇപ്പോൾ ഏത് രാസപദാർത്ഥം ആര് എന്തിനെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും അതിന്റെ കണ്ടെത്താൻ പോകുന്നതും. തിരുവനന്തപുരത്ത് നിന്നുള്ള ഫോറൻസിക് വിദഗ്ധർ വന്നതിന് ശേഷം മാത്രമേ ഏത് രാസപദാർത്ഥം എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവും. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന് മുറയ്ക്ക് ആരാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ഗ്രീഷ്മ സൂചിപ്പിച്ച പോലെ തന്നെ 3.5 കോടി രൂപ മുടക്കി പണിതതാണ്. എന്നിരുന്നാൽ കൂടെ അത് ആര് കേടുപാട് വരുത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിശോധന നടക്കുന്നത്. ബിജേഷ്, പത്തനംതിട്ട SP-ക്ക് DGP നിർദ്ദേശം നൽകി അന്വേഷണം നടത്താനായി എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അതിന്റെ വിശദാംശങ്ങൾ കൂടി. ഗ്രീഷ്മ, തുണിയിൽ മുക്കി കൊടിമരത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്താണ് കേടുപാട് വരുത്തിയത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ അതിന്റെ കേടുപാടിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഒക്കെ പരിശോധനകളിൽ കൂടെ മാത്രമാണ് അതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത്തരത്തിൽ കൊടിമരത്തിന് കേടുപാട് വരുത്തിയിട്ടുണ്ടെന്നും DGP വിജേഷ് ദയവായി തുടരുക. ഇപ്പോൾ മുൻ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് ഷാജി ശർമ്മ കൂടി ചേരുകയാണ്. ഷാജി, താങ്കൾ സന്നിധാനത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കളുടെ അറിവിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ശരണം. ഞാനിപ്പോ അത് ശബരിമലയിൽ നിന്ന് മന്ത്രിയോടൊപ്പം അത് കണ്ടിട്ട് വരിക. അപ്പോൾ ഇന്ന് രാവിലെ വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ പുതിയ കൊടിമര പ്രതിഷ്ഠ വളരെ ഐശ്വര്യപൂർണ്ണം നടന്നു. അത് നടന്നു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിരിഞ്ഞ അവസരത്തിലാണ് ആരാണെന്നറിയില്ല, അവിടെ CCTV ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരോ അതിനവിടെ മെൽക്കുറിയോ മറ്റോ ഏതോ ഒരു തുണിക്കകത്ത് അവിടെ കൊണ്ടിട്ടതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ചെറുതായിട്ട് ആ സ്വർണ്ണം പൂശിയതിന്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് അവിടെ ആരോഗ്യ തമ്മിലുള്ള ചില കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇത് അറിഞ്ഞ ഉടൻ തന്നെ അവിടുത്തെ കൊടിമരം അത് സന്ദർശിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പോലീസിനെ വരുത്തുകയും കേസ് FIR ഇടുകയും DGPയുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രി അവിടെ പറയുകയുണ്ടായി. ഒപ്പം ഞാനും ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്.
ഇതൊരു കുടിപ്പകയുടെ താങ്കൾ ഭാഗമായിട്ടാണ് സൂചിപ്പിക്കുന്ന ഈ കുടിപ്പക എന്താണെന്നൊന്ന് വിശദമാക്കാമോ? എന്തോ താങ്കൾ സൂചിപ്പിക്കുന്ന ഈ കുടിപ്പക എന്താണെന്നൊന്ന് വിശദീകരിക്കുമോ? അല്ല, അത് ഈ ജോലിക്കാർ തമ്മിൽ ഒരു നല്ല രീതിയിൽ, വളരെ നല്ല ഭംഗിയായ രീതിയിൽ തന്നെയാണ് കൊടിമരം അവിടെ ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോ അതിനൊരു ഭംഗം വരുത്താൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത ഒരു സംഭവമായിട്ടാണ് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എപ്പോഴാണ് ഇങ്ങനെ ഒരു കേടുപാട് സംഭവിച്ചു എന്ന് തിരിച്ചറിയാൻ സാധിച്ചത്? 1 മണിയോടെ ഒരു 2 മണിയാവും. ഉച്ചയ്ക്ക് 2 മണിയാവും. അപ്പൊ ഞങ്ങളുമൊക്കെ അവിടെ ഉണ്ട്, സന്നിധാനത്തുണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾ ദേവസ്വം മന്ത്രിയോടൊപ്പമാണോ ഉള്ളത്? ഇപ്പോ അതെ, ദേവസ്വം വകുപ്പ് മന്ത്രിയോടൊപ്പം ഉണ്ട്. അദ്ദേഹം അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഒട്ടനവധി ചാനലുകളൊന്നും അദ്ദേഹത്തിന്റെ വിളിച്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചാനലുകളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് എൻ്റെ അടുത്ത് ഈ ഫോൺ വന്നത്. തീർച്ചയായും അതോടൊപ്പം തന്നെ ഇന്ന് പൂർണ്ണമായും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എങ്ങനെ സാധ്യമാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? എപ്പോഴും നിരീക്ഷണത്തിനുള്ള ഒരു സ്ഥലം കൂടിയാണ് സന്നിധാനം. അതൊക്കെ എപ്പോഴും CCTV നിരീക്ഷണത്തിലും പോലീസ് നിരീക്ഷണത്തിലും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് സന്നിധാനം. തന്നെ അത് മനസ്സിലാക്കുവാൻ കഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ കൊടിമരത്തിനോട് ചേർന്നാണ് തന്നെ CCTV വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോലീസുകാർ അത് പരിശോധിച്ചിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദേവസ്വം വിജിലൻസ് തന്നെ അത് സശ്രദ്ധം വീക്ഷിച്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഒരു ഗൂഢാലോചന തന്നെയാണെന്നാണോ താങ്കളും കരുതുന്നത്? ഗൂഢാലോചന എന്ന് ഞാൻ പറയുന്നില്ല. അത് ആരൊക്കെ തമ്മിലുള്ള ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 3.5 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ഒരു കൊടിമരം കൂടിയാണ് ദേവസ്വം ബോർഡല്ല, ഒരു ഭക്തന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ചെയ്ത. തീർച്ചയായും അത് ഇപ്പോൾ സാമ്പത്തിക നഷ്ടം എത്രയുണ്ടാവും? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, അതൊരു സാമ്പത്തിക നഷ്ടം പറയത്തക്ക ഒരു സംഭവം ആയില്ല. അതിപ്പോ അത് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം. അത് പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാർ പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഷാജി ശർമ്മ പ്രതികരിച്ചതിന്. ഇപ്പോൾ ലെസ്ലി കൂടി ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും. ലെസ്ലി, DGP പത്തനംതിട്ട SP നിർദ്ദേശം നൽകിയിരിക്കുന്നു അന്വേഷണം പുരോഗമിക്കാനായി എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഗ്രീഷ്മ, സംസ്ഥാന സർക്കാർ കൊടിമരം കേടുപാട് വരുത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. DGP പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഇത് സംബന്ധിച്ച അന്വേഷണത്തിനുള്ള ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസ് ഇക്കാര്യം പരിശോധിക്കുന്നത്. ഇപ്പോൾ തന്നെ പത്തനംതിട്ട DYSP സന്നിധാനത്തേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ നേരിട്ട് SP കൈകാര്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ DGP നൽകിയിരിക്കുന്ന വിശദീകരണം. ഏറ്റവും പ്രധാനപ്പെട്ടത് CCTV പരിശോധന തന്നെയാണ്. ഏത് വിധത്തിലായിരിക്കാം CCTV പരിശോധിക്കുക എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ ചില നിർദ്ദേശങ്ങൾ സന്നിധാനം പോലീസിന് നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള പരിശോധനകൾ സന്നിധാനത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. 18-ാം പടിക്ക് തൊട്ട് താഴെയുള്ളതും വടക്കേ നടയിലേക്ക് എത്തുന്നതുമായ 3 സ്ഥലങ്ങളിലാണ് ശബരിമലയിൽ CCTVകൾ വെച്ചിട്ടുള്ളത്. ഈ 3 ഇപ്പോൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. ശബ്ദ സംരക്ഷണം സാധിക്കുമെന്നാണ് കരുതുന്നത്. ആ സമയത്ത് അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശം കൊടുക്കാൻ കഴിയും. ലെസ്ലി, പോലീസ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ കൂടി. ഗ്രീഷ്മ, നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് തുടങ്ങാം. പത്തന SP-യുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുക. നിലവിലത്തെ അവസ്ഥയിൽ ശബരിമല സന്നിധാനത്തെ 3 CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും 3 പേരെ കണ്ടെത്താൻ പോലീസിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇവരാരും തീർത്ഥാടകരാണ് എന്ന വിശ്വാസത്തിലല്ല പോലീസ് മുമ്പോട്ട് പോകുന്നത്. കാരണം സാധാരണ വസ്ത്രധാരികളാണ് ഈ 3 പേർ. ഇവർ 3 പേരിൽ പല ഘട്ടങ്ങളിലായി കുപ്പിയിൽ കൊണ്ടുവന്ന ഒരു ദ്രാവകം കൊടിമരത്തിൽ ഒഴിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവർ ആരാണ് എന്നുള്ളത് പോലീസ് തുടർ പരിശോധന നടത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കൊടിമരത്തിന്റെ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ശേഷം ഭക്തർ ഒരു ഭൂരിഭാഗം ഭക്തരും പമ്പ വഴി പോയിരിക്കുകയാണ്. എന്നാൽ ഏത് ഭാഗത്തേക്കാണ് ഇവർ പോയിരിക്കുന്നത് എന്നുള്ളത് തിട്ടപ്പെടുത്തുവാൻ തൊട്ട് താഴെയുള്ള പമ്പ പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ വടശ്ശേരിക്കര പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ
രേഖാചിത്രങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലേക്കും തൊട്ടടുത്തുള്ള എരുമേലി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അതിർത്തി പോലീസ് സ്റ്റേഷനിലേക്കും പോലീസ് കൈമാറാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഏത് വിധേനയും ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ള പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും DGPയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പത്തനംതിട്ട SP-യുടെ പ്രത്യേക മേൽനോട്ട പ്രകാരമായിരിക്കും അന്വേഷണം മുൻപോട്ട് പോകുക. ഗ്രീഷ്മ, ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. അപ്പോൾ ബിജേഷ് നടുവിൽ ചേരുകയാണ് ഒരിക്കൽ കൂടി. ബിജേഷ്, നിലവിലെ ശബരിമലയിലെ സ്വർണ്ണ കൊടിമരത്തിന് കേടുപാട് പറ്റിയിരിക്കുകയാണ്. ഇന്ന് പുനഃപ്രതിഷ്ഠ നടത്തിയ കൊടിമരത്തിനാണ് കേടുപാട് സംഭവിച്ചത്. ലെസ്ലിക്ക് വീണ്ടും പോവുകയാണ്. ലെസ്ലി, CCTV പരിശോധനയിൽ 3 പേർ ഏതോ ഒരു ദ്രാവകം ഒഴിക്കുന്നതായി കണ്ടെത്തിയെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ നമുക്ക്? CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ മൂന്ന് പേരാണ്. അവർ മധ്യവയസ്കരായ 3 പേർ ഒരു കുപ്പിയിൽ ദ്രാവകം ഒഴിക്കുന്നതായിട്ടുള്ള ചില സൂചനകളാണ് ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. മറ്റു ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് വരികയാണ്. എങ്കിൽ തന്നെ ഇവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സംശയത്തിന്റെ നിലയിൽ ഈ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നിർത്തുന്നത്. ഇവരെ കണ്ടെത്തുക എന്നുള്ള ശ്രമകരമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പ്രാഥമികമായി നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്നും മരക്കൂട്ടം ഉൾപ്പെടെ ശരംകുത്തി, മരക്കൂട്ടം, സന്നിധാനം തുടങ്ങിയ തീർത്ഥാടകർ ചെയ്യുന്ന യാത്രാപാതയിലെ ദൃശ്യങ്ങളും പരിശോധന വിധേയമാക്കേണ്ടതുണ്ട്. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരം പരിശോധനകൾ പോലീസ് പൂർത്തിയാക്കും. ഒപ്പം തന്നെ പമ്പയിലെ വിവിധങ്ങളായ ക്യാമറകൾ പരിശോധിക്കാൻ പോലീസിന് സമയം ആവശ്യമാണ്. എന്തായാലും രേഖാചിത്രം ഉറപ്പാക്കുന്നതോടുകൂടി അതായത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കെല്ലാം തന്നെ ഈ രേഖാചിത്രങ്ങൾ അയച്ചു കൊടുക്കാനുള്ള നിർദ്ദേശവും പത്തനംതിട്ട SP ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള അന്വേഷണം നടക്കുകയും ഈ 3 പേർക്കായുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്താനുള്ള പ്രാഥമിക നടപടികളുമായി പോലീസ് ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊടിമരം നശിപ്പിച്ചത് വളരെ ഗൗരവത്തോടെയാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നത്. അത് ആര് ചെയ്താലും അവർ കുറ്റക്കാരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോഴുള്ള ദിശയിൽ മുൻപോട്ട് പോകുന്നത്. ഗ്രീഷ്മ, ലെസ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. ബിജേഷ് നടുവിൽ ചേരുകയാണ് ഒരിക്കൽ കൂടി. ബിജേഷ്, നിലവിൽ സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും ഒടുവിലായി ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രി അടക്കമുള്ള പ്രമുഖർ സന്നിധാനത്ത് തുടരുകയാണോ ഇപ്പോൾ? മന്ത്രി അടക്കമുള്ളവർ സ്ഥലത്ത് തന്നെയുണ്ട്. എന്തായാലും മൂന്ന് പേരെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുണിയിൽ കെട്ടി അതിൽ തളിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ 3 പേരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. DGPയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ DGPക്ക് പരാതി നൽകുകയും ആഭ്യന്തര വകുപ്പും അതോടൊപ്പം കൃത്യമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ആളെ കണ്ടെത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള ഫോറൻസിക് സംഘം വൈകിട്ടോടുകൂടെ എത്തും. അവർ എത്തിയതിനു ശേഷം ഇത് ഏത് രീതിയിലാണെന്നുള്ള പരിശോധനകളും നടക്കും. എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് നടക്കുന്നത്. നമുക്കറിയാം, കൊടിമരത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്താണ് ഇപ്പോൾ ഈ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. താഴെ കൊടിമരം ഉറപ്പിച്ചു നിർത്തുന്ന സ്ഥലത്തുള്ള അവിടെയാണ് ഇപ്പോൾ തുണിയിൽ കെട്ടി ഇത് തളിച്ച രീതിയിൽ കണ്ടെത്തുകയും കേടുപാടുകൾ സംഭവിച്ചതായിട്ട് മനസ്സിലാക്കുകയും സാധിക്കുന്നത്. എന്തായാലും 3 പേരെ കുറിച്ച് ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ബിജേഷ്, അതോടൊപ്പം എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കേടുപാടാണോ സംഭവിച്ചത്? അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കടക്കുന്നുണ്ടോ? അതാണ് ഗ്രീഷ്മ പറഞ്ഞത്. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിന്റെ കേടുപാടുകൾ മാറ്റുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളും അതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഫോറൻസിക് സംഘം എത്തിയാൽ മാത്രമേ അത് എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളത്. അതിനുശേഷം മാത്രമേ ആ കേടുപാടുകൾ പരിഹരിക്കാൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയുള്ളൂ. ബിജേഷ്, കർണാടകയിൽ നിന്നുള്ള ഒരു വ്യവസായിയാണ് ഇത്തരത്തിൽ കൊടിമരം അവിടെ സംഭാവനയായി നൽകിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം അടക്കം ഇപ്പോൾ സന്നിധാനത്ത് തുടരുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഗ്രീഷ്മ, ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാമോ? കർണാടകയിൽ നിന്നുള്ള ഒരു വ്യവസായിയാണ് കൊടിമരത്തിനായുള്ള സാമ്പത്തിക സഹായം നൽകിയത് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അദ്ദേഹം അടക്കം ഇപ്പോൾ സന്നിധാനത്ത് തുടരുകയാണോ? അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഗ്രീഷ്മ, കർണാടകയിൽ നിന്നുള്ള വ്യവസായിയല്ല, അത് ഹൈദരാബാദിൽ നിന്നുള്ള ഫെനിക്സ് എന്ന ഗ്രൂപ്പാണ് അത് കൊടിമരം സ്വർണം പൂശുന്നതും മറ്റ് ചെലവുകളും എല്ലാം തന്നെ വഹിച്ചിരിക്കുന്നത്. അവരും ആകെ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇത് സംഭവിച്ചത്, എന്താണ് എന്നുള്ള അവർക്കും ഒന്നും തന്നെ മനസ്സിലാകാതെ നിൽക്കുന്നു ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അവരും മറ്റു പ്രതികരണങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല. ആര് ഇത് ചെയ്താലും അവരെ കണ്ടെത്തണം എന്ന രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. മറ്റു മാധ്യമങ്ങളുടെ മുന്നിൽ അവർ പ്രതികരണമായിട്ട് വരാൻ തയ്യാറാകുന്നുമില്ല.
എന്തായാലും അവർ കൃത്യമായിട്ട് കൊടിമരത്തിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് എല്ലാം നടന്നതിന് ശേഷം ആണ് ഇത്തരത്തിൽ ഒരു സംഭവം വന്നത് എന്നതും അവരെയേറെ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആര് ഇത്തരത്തിൽ കൊടിമരത്തിന് കേടുപാടുകൾ വരുത്തിയാലും അവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും അവരെ കണ്ടെത്താനുള്ള നടപടികളുമായി പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോവുകയും. വ്യക്തമാണ്. ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ കൊടിമരത്തിന് കേടുപാടുകൾ വരുത്തിയിരിക്കുന്നു. പഞ്ചവർണ്ണ തറയിൽ മെർക്കുറി ഒഴിച്ചാണ് കേടുപാടുകൾ വരുത്തിയിരിക്കുന്നത്. ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയാണെന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്.